ഏകജാലക സംവിധാനം വരുമ്പോൾ ആ ഒരു മാറ്റം എങ്ങനെയാണ് ഉസ്താദ് കാണുന്നത്, അല്ലെങ്കിൽ ആ മാറ്റം എന്താണ് എന്നുള്ളത്? ഈ ഏകജാലക സംവിധാനം പൂർണ്ണമായും പുതിയത് എന്നൊന്നും പറയാൻ പറ്റൂല. പിന്നെ ഇതിൻ്റെ ചെറിയ ചെറിയ വേർഷൻസുകളൊക്കെ നടന്നിട്ടുണ്ട്. അതേസമയം ഇതിൻ്റെ ഒരു ഇപ്പോൾ ഉള്ള ഏകജാലകത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, കേരളത്തിലെ മുഴുവൻ സ്ഥാപനങ്ങളും ഇതിൻ്റെ ഭാഗമാണ്. കേരളത്തിന് പുറത്തും സമസ്തയെ അംഗീകരിച്ച് നമ്മൾ സിലബസ് ഫോളോ ചെയ്ത് മുന്നോട്ട് പോകുന്ന സ്ഥാപനങ്ങൾ ഇതിൻ്റെ ഭാഗമാണ്. അതാണ് ഈ വർഷം മുതലുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ, ഒരു രക്ഷിതാവിനും കുട്ടിക്കും ഒരു സ്ഥാപനത്തിൽ അഡ്മിഷൻ എടുക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം ഒരു സ്ഥാപനത്തിൽ പോയി ഒന്ന് ഇൻ്റർവ്യൂ എഴുതുന്നു. ഒരു പക്ഷേ അവിടെ കിട്ടില്ല എന്നുള്ള ആശങ്ക ജനിക്കുന്നു. അപ്പോൾ അടുത്ത സ്ഥാപനത്തിലേക്ക് ഓടുന്നു. ഇങ്ങനെ സ്ഥാപനങ്ങൾ കയറി ഇറങ്ങേണ്ട ഒരു ദുരവസ്ഥ കഴിഞ്ഞ കാലങ്ങളിൽ വന്നു പോയിട്ടുണ്ട്. അത് ഈ സംവിധാനം കൊണ്ട് അവസാനിപ്പിക്കാൻ പറ്റും. പിന്നെ കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട സ്ഥാപനങ്ങൾ സെലക്ട് ചെയ്യാനും മുഴുവൻ സ്ഥാപനങ്ങളെക്കുറിച്ചും ഒരു ബോധം ലഭിക്കാനും, പിന്നെ ഓരോ കുട്ടിൻ്റെയും കഴിവനുസരിച്ച് പിന്നെ സ്ഥാപനങ്ങളെക്കുറിച്ചൊരു അവബോധം സ്വാഭാവികമായിട്ടും നമുക്ക് നൽകാൻ കഴിയും. അങ്ങനെ ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട്. അപ്പം ആ നിലയ്ക്ക് ഏകജാലക പ്രവേശന സംവിധാനം എന്നുള്ളത് നല്ലൊരു മൂവ്മെൻ്റ് ആയിട്ടാണ് നമ്മൾ കാണേണ്ടത്.